ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
ദൈവത്തിന് സ്തോത്രം. വീണ്ടും അല്പനേരം കൂടെ ദൈവവചനവുമായിട്ട് ചേർന്നിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേലിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കാം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. വളരെ മനോഹരമായൊരു കാര്യമാണ്. ദാനിയേല് രാജാവിനോട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ദൈവം. എത്ര പ്രാഗൽഭ്യത്തോടാണ് പറയുന്നത് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ നേടിയെടുത്ത ഒരു ദൈവം. പറ്റുമോ? ദൈവം സ്വന്തമായിട്ട് എനിക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളിതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ദൈവം എന്ന് പറയാൻ എനിക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഞാനത് നേടിയെടുത്തോ? എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നുവോ? അത് നേടിയെടുത്തോ? ദാനിയേലിൻ്റെ ചെറുപ്രായത്തിൽ ദൈവം ദാനിയേൽ അത് കൊടുത്തു. ദാനിയേൽ അത് നേടിയെടുത്തു. ഞാൻ അങ്ങനെ പറയാം, ദൈവം കൊടുത്തു എന്ന് പറയുന്നതിനേക്കാളും ദാനിയേൽ അത് നേടിയെടുത്തു. എൻ്റെ ദൈവം, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം, എന്നോട് കൂടെ കഴിയുന്ന ദൈവം, എൻ്റെ അതിമഹത്തായ പ്രതിഫലമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്. നിൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ പദവി ഞാനാണ്. ഞാൻ നിൻ്റെ ഹൃദയത്തിൽ വരുന്നതാണ് നിനക്ക് ഏറ്റവും ഭാഗ്യകരമായ അനുഭവം. നിൻ്റെ സമ്പത്ത് അതാണ്, നിൻ്റെ സന്തോഷം അതാണ്, നിൻ്റെ പ്രശംസാവിഷയം അതാണ്, നിൻ്റെ അഭിമാനം അതാണ്, നിൻ്റെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണം അതാണ്. ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. ദാനിയേൽ പറയാണ്, ഈ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. തൻ്റെ ദൂതൻ എന്ന് പറയുന്നത് പഴയ നിയമത്തെ പറയുന്നതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ ദൈവം തൻ്റെ ഏകജാതനെ അയച്ച് സിംഹത്തിൻ്റെ വായടച്ചു കളഞ്ഞു. അവൻ പറയുന്നൊരു വാക്കുണ്ട്, അവൻ്റെ സനിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ആരെ? ദൈവസനിയിൽ ഞാൻ ഒരു കുറ്റവും ചെയ്യാത്തവൻ. അഹങ്കാരമല്ലേ? നേരിട്ടൊക്കെ അങ്ങനെ പറയാറുണ്ട്. പാവം കൂടാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അഹങ്കാരമല്ലേ? ആരാ പാവം കൂടാതെ ജീവിക്കാൻ പറ്റുന്നത്? മനുഷ്യനാണോ പാവം വരും? ദൈവത്തിന് മാത്രമേ പാവം കൂടാതെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തൊരു വേദപുരീതായി പറയണത്! എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ സനിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ഒരു മനുഷ്യൻ, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറ്റമറ്റവനായിട്ട് ജീവിക്കാൻ പറ്റും. ദൈവസനയിൽ, മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവസനയിൽ കുറ്റമില്ലാത്തവനായി നിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയ ഭാഗ്യ പദവി! അത് പെട്ടെന്ന് ഒരു ദിവസം കിട്ടുന്നതാണോ? മാനസാന്തരം പോലെ പെട്ടെന്ന് ഒരു ദിവസം കിട്ടുന്ന കാര്യമാണോ? അല്ല. അവൻ വർഷങ്ങളായി നേടിയെടുത്തൊരു സമ്പാദ്യമാണ് ദൈവസനയിൽ കുറ്റമില്ലാത്തൊരു ജീവിതം. ദൈവത്തിൻ്റെ സനയിൽ കുറ്റമില്ലാതിരിക്കണമെങ്കിൽ ആ ദൈവം തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൽ വന്ന് പാർത്തേ പറ്റുള്ളൂ. മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല, എന്നാൽ ദൈവത്താൽ സാധ്യമാണ് താനും. എങ്ങനെ? കുറ്റമുള്ള മനുഷ്യനെ കുറ്റമില്ലാത്തവനാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സ്ഥിരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്നു പാർക്കുമ്പോൾ എനിക്ക് കുറ്റം ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ആ പാപം ചെയ്യാൻ കഴിവില്ല, കാരണം അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഈ കാര്യമൊന്നും ആരും പ്രസംഗിക്കാറില്ല, പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. ദാനിയേലിൻ്റെ പ്രാഗൽഭ്യം, അവൻ ചെറുപ്പക്കാരനെ, വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ പറയുന്നുണ്ട്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ഞാൻ അവൻ്റെ സനയിൽ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ദൈവത്തിലുള്ള വിശ്വാസം, ആദിപിതാക്കന്മാർ നേടിയ സമ്പത്ത് ഇന്ന് ഈ കാലഘട്ടത്തിൽ വല്ല പ്രസക്തിയുണ്ടോ പ്രിയപ്പെട്ടവരെ? ദാനിയേൽ ആരാ? ഒരു സാധാ മനുഷ്യൻ. അതും പ്രവാസകാലം, അടിമപ്പാട്, നെബൂഖദ്നേസറിൻ്റെ കീഴിൽ ബാബേലിൽ ജീവിക്കുന്ന ആ ജനം, അതിലൊരാൾ. ദൈവത്തെ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? രാജധാനിയല്ലേ, സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ? അവിടെ രാജാവ് കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഈ 4 യൗവനക്കാർക്കും കൊടുത്തിരുന്നത്. ദാനിയേൽ പറഞ്ഞു, എനിക്കത് വേണ്ട. രാജാവ് വീഞ്ഞൊക്കെ കഴിക്കുന്ന, എനിക്കതൊന്നും വേണ്ട. നിർബന്ധം. നാസിർ ദിവസം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പ്രിയരെ, വീഞ്ഞോ മതിയോ പാടില്ല.
അവനത് എത്ര ഗൗരവമായിട്ട് കൊണ്ട് ഇപ്പോൾ അവന് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ആര് ചോദിച്ചാലും പറഞ്ഞ് രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കണം നിർബന്ധമാണ്, അത് കഴിച്ചേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ന്യായമൊക്കെ പറയാൻ പറ്റും. പക്ഷെ ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് അത് പാടില്ല എന്ന്, ഞാനതനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെ നിഷ്ഠയുള്ള എത്ര പേരുണ്ട്? നമുക്കറിയാം അനേകർ വെളിയിലേക്ക് പോകുന്നു. വെളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ സഹോദരന് ജർമ്മനിയിൽ കുറേ നാളുണ്ടായിരുന്നു. ആ സഹോദരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ വെള്ളം ഇത്ര ഭയങ്കര വിലയാണ്, അതിനേക്കാളൊക്കെ ചീപ്പായിട്ട് കിട്ടുന്നതാണ് ബിയർ. അപ്പം ഞങ്ങൾ സാധാരണ ബിയറാണ് കഴിക്കുന്നതെന്ന്. ഞാനൊന്നും പറയാൻ പോയില്ല. സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന മനുഷ്യൻ. ദാനിയേൽ അങ്ങനെ ആയിരുന്നോ? അവൻ ദൈവത്തെ ഭയപ്പെട്ടു, അവൻ ദൈവത്തെ സ്നേഹിച്ചു. എവിടെയാണേലും എൻ്റെ ജീവിതകാലത്ത് ആ ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. മനുഷ്യൻ മാറാം, സാഹചര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ മാറാം, പക്ഷെ എൻ്റെ ദൈവത്തിന് മാറ്റമൊന്നുമില്ല. ഞാൻ ഇസ്രായേലിൽ ജീവിച്ചാലും ശരി, ബാബേലിൽ ജീവിച്ചാലും ശരി, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. എത്ര നിഷ്ഠയുള്ള യൗവനക്കാരൻ! രാജാവിൻ്റെ ഭക്ഷണം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. അശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അത് ചിന്തയിലായിക്കോട്ടെ, നോട്ടത്തിലായിക്കോട്ടെ, സംസാരത്തിലായിക്കോട്ടെ, സ്വപ്നത്തിലായിക്കോട്ടെ, നടപ്പിലായിക്കോട്ടെ, പ്രവൃത്തിയിലായിക്കോട്ടെ, ഒരു കാരണവശാലും എൻ്റെ ദൈവം ദുഃഖിക്കുന്ന അശുദ്ധി എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട. എല്ലാവരും പ്രസംഗിക്കാറുണ്ട് ഇതൊക്കെ, പക്ഷെ ജീവിതത്തിലുണ്ടോ? ഒരു പാളിയ ചിന്ത അത് പാപമാണോ അല്ലയോ? ആണ്. എന്തുകൊണ്ട് വരുന്നു? എനിക്ക് അതിനോട് താല്പര്യമുള്ളതുകൊണ്ട് വരുന്നു. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയവും പിശാച് എൻ്റെ മുമ്പിൽ കൊണ്ടൊന്നും വെക്കില്ല. എന്നെ വീഴിക്കാൻ പിശാചിന് ഏതാണ് എൻ്റെ ബലഹീനതയും ഏതാണ് ഞാൻ വിട്ടുപിരിയാത്ത പാപം എന്ന് അവന് നന്നായിട്ട് അറിയാം. ഞാൻ വിട്ടുപിരിയാത്ത, ഞാൻ വെറുക്കാത്ത പാപങ്ങൾ അവൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവരുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരനെ കണ്ട് നാം പഠിക്കണം. ദൈവകരങ്ങളിലെടുത്ത് ഉപയോഗിച്ച പുറജാതി രാജാവായ ആ നെബൂഖദ്നേസർ പറയുന്നുണ്ട്, ദാനിയേലിൻ്റെ മുമ്പിൽ വണങ്ങി നമസ്കരിച്ചു എന്ന്. രാജാവാരാ? ഈ അടിമച്ചെറുക്കനാരാ? രാജാവ് കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് പോലും രാജാവ് മറന്നുപോയി. രാജാവിൻ്റെ കൽപ്പന എന്താണ്? ഞാൻ കണ്ട സ്വപ്നവും പറയണം, എൻ്റെ അർത്ഥവും പറയണം. അവിടെയുള്ള സകല മനുഷ്യരെയും വിളിച്ചു, പ്രവാചകന്മാരെ വിളിച്ചു, വെളിപാടുകളെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. അവർക്ക് പറഞ്ഞു, രാജാവ് സ്വപ്നം എന്താണെന്ന് പറയാം, ഞങ്ങൾ വിശദീകരിക്കാം. അതൊന്നും പറ്റില്ല, എൻ്റെ സ്വപ്നം ഞാൻ മറന്നുപോയി. എൻ്റെ സ്വപ്നവും പറയണം, നിങ്ങൾ എൻ്റെ അർത്ഥവും പറയണം. ദാനിയേൽ ദൈവസന്നി ഇരുന്ന് ആ 3 യൗവനക്കാരും കൂടെ ചേർന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്നു പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കിടുന്നൊരു ദൈവമുണ്ട്. മനുഷ്യന് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ പ്രാർത്ഥിച്ച, കർത്താവേ, വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്, അനേകർ നശിക്കാൻ പോകുന്നവരുടെ കുടുംബം നശിക്കാൻ വേണം, ഒരു പോംവഴി തരണേന്ന്. ദൈവം ദാനിയേലിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് രാജാവ് കണ്ട സ്വപ്നം എന്താണെന്നും അതിൻ്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തു. രാജാവ് വണങ്ങി ദാനിയേലിനെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. എന്തൊരു അത്ഭുതം! ആരാ കാരണം? ഈ രാജാവിനെ കീഴടക്കിയത് ആരാണ്? ഇസ്രായേലിൻ്റെ ദൈവം. ഇതാണ് പ്രിയരെ സാക്ഷ്യമുള്ള ജീവിതം എന്ന് പറയുന്നത്. ഒന്നും അവിടെ പ്രവർത്തിച്ചില്ല, പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അവൻ്റെ നിൽപ്പാണ്, അവൻ്റെ സമർപ്പണമാണ് ദൈവം സന്തോഷിച്ചത്. ആ പുറജാതി രാജാവിൻ്റെ മുമ്പിൽ ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് കാണിച്ചു കൊടുത്തു. രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണിച്ചു കൊടുത്തു. ദാനിയേലിൻ്റെ ദൈവമാണ് സത്യദൈവമെന്ന് രാജാവിന് മനസ്സിലായി. പക്ഷെ ആൾ പെട്ടെന്ന് മാറുകയും ചെയ്തു. ആ ആളാണ് കുറച്ച് കഴിയുമ്പോൾ ഈ സ്വർണ്ണ വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിക്കാൻ പറഞ്ഞത്. ലോകമനുഷ്യരെല്ലാം അങ്ങനെയാണ്. അത്ഭുതം കാണുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കും, ദൈവം നല്ലതെന്ന് പറയും. പക്ഷെ അടുത്ത സമയത്ത് ഉടനെ ദൈവജനത്തെ വിഗ്രഹാരയിലേക്ക് നടത്തുകയാണ്. ലോകമനുഷ്യനതാണ്. അവിടെ നിന്നല്ലേ പറ്റുള്ളൂ. പക്ഷെ പോംവഴി തരുന്നൊരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്, അഗോചരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ദൈവമുണ്ട്, പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, എന്ത് പ്രശ്നവും വരട്ടെ, ദൈവം അറിയാതെ ഒരു പ്രശ്നവും വരുന്നില്ല.
ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തിനു പേടിക്കണം, എന്തിനു ഭയപ്പെടണം? രാജാവിൻ്റെ മുമ്പിൽ ദൈവഭയം കൊടുത്തു, ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ആ രാജാവിൻ്റെ സന്നിധിയിൽ ദാനിയേലിനോട് സ്നേഹമാണ്, ഇഷ്ടമാണ്. പക്ഷെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു പോയി. എന്താ? അതാണ് ആ ദൈവസന്നിധിയിൽ 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ദാനിയേലിൻ്റെ ശത്രുക്കൾ കെണിയൊരുക്കി രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. എന്തൊക്കെയാണ് ഓരോ കെണികൾ വരുന്ന, ഏതെല്ലാം രീതിയിലാണ്! ഈ ദാനിയേലിനെ കൊടുക്കാൻ വേണ്ടി ശത്രു അഹോരാത്രം പണിയുകയാണ്. വേറെ ഒരു രീതിയിലും അവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു, രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ദാനിയേലിന് ഇതെല്ലാം വിഷയമാണോ? രാജാവ് ആരാ? ദൈവം ആരാ? തൻ്റെ ഹൃദയത്തിയിരിക്കുന്ന രാജാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ രാജാവ് എന്തുണ്ട്? എൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയ രാജാവല്ലേ? ഒട്ടും പേടിച്ചില്ല. ദാനിയേല് 3 പ്രാവശ്യം യെരുശലേമിലേക്കുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. ഉടനെ ശത്രുക്കൾ ചെന്നു. അങ്ങനെയാണ് കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്തവന് ഇതാ സിംഹക്കൂട്ടി ഇടണമെന്നാണ് കൽപ്പന. ദാനിയേലിനറിയാം. ദാനിയേലൊന്നും പേടിച്ചില്ല. സിംഹം എന്നെ തിന്നുവോ തിന്നാതിരിക്കുമോ എന്തൊക്കെ ചെയ്യട്ടാക്ക് ദൈവത്തിൻ്റെ കാര്യമാണ്. ഞാൻ എൻ്റെ കാര്യം സേഫ് ഗാർഡാക്കാൻ ഞാൻ നോക്കണില്ല. എന്ത് ചെയ്തു? രാജാവിന് സങ്കടത്തോട് തൻ്റെ കൽപ്പനയാണ് പ്രമാണം. ആ ദാനിയേലല്ല വലുത്, ദാനിയേലിനെ ദൈവമല്ല വലുത്. രാജാവിൻ്റെ സ്വഭാവം ഞാനീ പറഞ്ഞു വരുന്നത്. തൻ്റെ കൽപ്പനയിലെ മഹത്വമാണ് ഏറ്റവും വലുത്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഈ ലോകം മനുഷ്യൻ എന്ന് പറയുന്നത്. വണങ്ങിയവനാണ്. ദാനിയേലിൻ്റെ മുമ്പിൽ വണങ്ങിയതാണ് ഈ രാജാവ്. ഈ ഇസ്രായേലിലെ ദൈവത്തെ പോലെ വേറെ ദൈവമില്ലെന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് ദാനിയേലിനെ കൊല്ലാൻ വേണ്ടി സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ്. നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളൊക്കെ അവസരങ്ങൾ വരുമ്പോൾ തെറ്റിലേക്ക് പോകുന്നവരാ. സാഹചര്യം വരുമ്പോൾ നമ്മൾ മാറിപ്പോകും. അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു ചെറിയ കള്ളം പറയുന്നു, വല്ല കുഴപ്പമുണ്ടോ? ഒരു ഈർഷ വന്നു, ഒരു ദേഷ്യം വന്നു. ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് വന്നു. ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കാറിനകത്തോട്ട് കയറ്റണം. പിന്നെ ഭാര്യയോട് പറഞ്ഞു, സാധനം ഇവിടെ കൊഞ്ചിട്ട് വിളിക്കാതെ ഞങ്ങൾ പോയി. എനിക്ക് ചെറിയൊരു പ്രയാസം വന്നു. അതെടുത്ത് വെച്ചിട്ടേ പോകാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്ന് നേരെയില്ല, എനിക്ക് പോകാൻ നേരം. ഞാനിങ്ങോട്ട് കാറിൽ വന്നപ്പോൾ എൻ്റെ കർത്താവേ, അത് തെറ്റല്ലേ? ഞാൻ പ്രകടമായിട്ടൊന്നും ചെയ്തില്ല, എന്നിൽ എൻ്റെ ഉള്ളിലൊരു ചെറിയ പ്രയാസം വന്നില്ലേ? ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പാപത്തിൻ്റെ വേരുകൾ കിടപ്പുണ്ടല്ലോ. കർത്താവെ ക്ഷമിക്കണം, ഞാൻ വചനം പറയാൻ പോകുന്ന വ്യക്തിയാണ്. നീ എന്നോട് ക്ഷമിക്കണം. തിരക്തം എൻ്റെ മേൽ തളിക്കണം. ഈ ബന്ധനം അഴിച്ചേ പറ്റുള്ളൂ. നീ വന്ന് ഈ ക്രിയ ചെയ്തില്ലെങ്കിൽ ഞാൻ വെറുതെ പോയിട്ട് എന്താ കാര്യമിരിക്കുന്നത്? നീ എന്നോട് ക്ഷമിച്ച് എന്നെ കഴുകി നീ വന്ന് ഈ ശുശ്രൂഷയും ചെയ്തു തരണം. നമ്മൾ എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും സാധ്യതകളേറെയുണ്ട്. പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ ഇന്നും ശുദ്ധീകരണമായിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യാഗത്തുള്ള ചെറിയൊരു കോളിളക്കം പോലും ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. നമ്മൾ സാരമില്ലെന്ന് വെക്കാൻ പാടില്ല. പാപം പാപമാണ്. വലുതാണേലും ചെറുതാണേലും അകത്തുള്ളതാണേലും എവിടെയുള്ളതാണേലും. എന്തുകൊണ്ടത് വരുന്നു? സാക്ഷാൽ സ്നേഹവാന ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് വെളിയിലേക്ക് വരുന്നുണ്ടോ? ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ദാനിയേലെ വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഈ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ്. എന്നെ മരണം എനിക്കൊരു വിഷയമല്ല. ഞാൻ കുറേ നാൾ ജീവിച്ചോണ്ട് എന്താ പറയാനും? അങ്ങനെ ദൈവം അതിന് പോകാൻ വഴി തരുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. സ്തേഫാനോസിനെ കല്ലെറിയാൻ കൊണ്ടുവന്നു. ദൈവം തടഞ്ഞോ? കല്ലേറ് കൊണ്ട് പൊളയുന്ന ആ സ്തേഫാനോസിനെ കണ്ട് സ്വർഗം തുറന്നു. അതാണ് ദൈവം ചെയ്തു കൊടുത്തത്. അവൻ വേദന സഹിക്കുമ്പോഴും പിളയുമ്പോഴും സ്വർഗം കാണിച്ചു കൊടുത്തു. ഭൂമി ജീവിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത് പിതാവായ ദൈവത്തെ കണ്ടു. പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നാവലോടെ സ്വീകരിക്കാൻ നിൽക്കുന്ന കാണിച്ചു കൊടുത്തു. ഇതല്ലേ ദൂതൻ ചെയ്യുന്ന കാര്യം? ഈ കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേദന പ്രയാസമുള്ള കാര്യമാണോ? ഈ ഭൂമിയിലെ പ്രശ്നങ്ങളൊരു പ്രശ്നമാണോ? അത്ഭുതകരമായ കാഴ്ചയല്ലേ കാണുന്നത്. അതുകൊണ്ട് പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിന് നീക്കുപോക്ക് കിട്ടുമല്ലോ നമുക്കറിയാൻ പാടില്ല. ദൈവം എങ്ങനെയാണ് അത് കാണുന്നത്, ദൈവം എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം അറിയാം, നമുക്ക് പാപം വരാതെ ദൈവം കാക്കും. നമ്മൾ ഈ ശത്രു അവകാശം പറയാത്ത രീതി ദൈവത്തിന് പരിഹാരം ഉണ്ടാക്കും. എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ദാനിയേൽ പറയുന്നതാണ്, ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സിംഹത്തിൻ്റെ വാ അടച്ചു പിടിച്ചു. സിംഹത്തെ കൊന്നില്ല. അവിടെ അത്ഭുതകരമായ കാര്യം ദൈവം അവിടെ പ്രവർത്തിച്ചു.
ദൂതന്മാരെ അയച്ച് സിംഹത്തിൻ്റെ വായെല്ലാം അടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, സിംഹത്തിൻ്റെ വാ എന്ന് പറഞ്ഞാൽ ശത്രു നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ശത്രുവിനെ തട്ടിമാറ്റുന്ന ഒരു ദൈവമുണ്ട്. പാപത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ തട്ടിമാറ്റുന്ന ഒരു ദൈവമുണ്ട്. കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയുസ് നീട്ടിത്തരുന്ന ഒരു ദൈവമുണ്ട്. അപകടത്തിൽ രക്ഷ തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മളാരും കാണുന്നില്ല. ദാനിയേൽ അത് കണ്ടു. കാണാത്ത എത്രയോ സന്ദർഭങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തികൾ കാണാറുണ്ടോ? ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന കാണാറുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയ മാലാഖമാരെ അണിനിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പായി മുന്നോട്ട് പോകാൻ ദൂതന്മാരെ അയച്ചുകൊണ്ട് നമ്മളെ സംരക്ഷണം ചെയ്യുന്ന കാണാറുണ്ടോ? ഈ ദാനിയേലിൻ്റെ ജീവിതം, അതിൻ്റെ അടിസ്ഥാനം അവൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. അവൻ വിശുദ്ധനായി തന്നെ ക്രമീകരിച്ചു. നമുക്കറിയാം, കല്ലെറിയാൻ കൊണ്ടുവന്ന ഒരു സ്ത്രീയെ, അവക്കറിയാം ജീവിതം തീരാൻ പോവുകയാണെന്നറിയാം, ഇനിയും ജീവിക്കാൻ യാതൊരു സാധ്യതയില്ലെന്നറിയാം. യേശു ഇടപെട്ടു. നിങ്ങൾ പാപമില്ലാത്തവളെ ആദ്യം കല്ലെറിയിട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കല്ലങ്ങ് താഴെ വീണു. അത്ഭുതമല്ലേ നടന്നത്? അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചാണോ? ഇവക്ക് തെറ്റില്ലാഞ്ഞിട്ടാണോ? ഉണ്ട്, തെറ്റുണ്ട്. പക്ഷെ ദീർഘക്ഷമയുള്ള ദൈവം അവക്ക് വീണ്ടും അവസരം കൊടുക്കുക. തകർന്നു പോയ ജീവിതം ഒന്ന് എഴുന്നേക്കാൻ അവളിവിടെ കുടുംബത്തെയും ദൈവം കാണുകയാണ്. ഇവക്കൊരു സാവകാശം കൊടുത്താൽ ഇവളിവിടെ കുടുംബം രക്ഷപ്പെടും. അനേകരെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരുണ്യവനായ ദൈവമൊക്കെ ഒരവസരം കൊടുത്തു. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. നിന്നെ കല്ലെറിയാൻ വന്നവരൊക്കെ എവിടെ പോയി? അവരെല്ലാം പിന്തിരിഞ്ഞു പോയി. യേശുവോളും മാത്രമായി ശിക്ഷിച്ചു. എന്നിട്ട് യേശുവോളോട് കരഞ്ഞു, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ യേശു പ്രതീക്ഷയോടെ അവളെ നോക്കുകയാണ്. മകളെ, ഈ നാളുകളൊക്കെ നീ പാപം ചെയ്ത് ജീവിച്ചുവെങ്കിലും ഞാനതെല്ലാം ക്ഷമിച്ചു തരാം. മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാനുള്ള സകല കൃപയും ഞാൻ നിനക്ക് തരികയാണ്. നിനക്ക് പാപത്തോട് വെറുപ്പ് തരികയാണ്. നിന്റെ സ്ഥിതി ഞാൻ മാറ്റാൻ പോവുകയാണ്. നീ സാക്ഷ്യമകളായി എൻ്റെ മകളായി നീ ജീവിക്കുക. ഒരു ദൈവമുണ്ട്, പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, പാപം ചെയ്യാതെ കാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ നാവ് കൊണ്ട് വിളിച്ചു പറയാൻ ഞാൻ നിന്നെ മുന്നോട്ട് വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, പാപമല്ല ഇവിടുത്തെ വിഷയം. പാപത്തിന് പരിഹാരം ഒരുത്തൻ വരുത്തിയിട്ടുണ്ട്, ശരിയാണ്. പാപമല്ല വിഷയം. നിനക്ക് പാപത്തോട് യാത്ര ചെയ്യാൻ മനസ്സുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് വിഷയം. നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് വിഷയം. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഒരു യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് വിഷയം. അവനോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ട് നിന്റെ ഹൃദയം ഉരുകുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. പ്രിയപ്പെട്ടവരെ, പാപം പാപം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല കാര്യം. പാപം പാപം തന്നെയാണ്. എന്താണ് ഒരു മനുഷ്യന് എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് പാപം വരുന്നുണ്ടല്ലോ നോക്കിയാൽ മതി. പിശാചു വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് പാപം മാത്രമേ വരികയുള്ളൂ, ലോകം മാത്രമേ വരികയുള്ളൂ. അവിടെ ദൈവസമാധാനം വരില്ല. മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, പാപം വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പാപത്തെ തടയുന്ന ഒരു ശക്തി എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. അതിൽ മനസ്സ് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രകടമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തെളിവാണ് പാപം വരാതിരിക്കുന്നത്. ചിന്തകൾ, വിശുദ്ധമായ ചിന്തകൾ വരുന്നു. വേണ്ട ദിനം വരുന്നില്ല, വൈരാഗ്യം വരുന്നില്ല, ഇഷ്ടക്കുറവ് വരുന്നില്ല, ഈർഷ്യ വരുന്നില്ല, ദേഷ്യം വരുന്നില്ല, മുഷിച്ചിൽ വരുന്നില്ല, ഭാരപ്പെട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നില്ല. ഇതല്ലേ ദൈവസ്നേഹം, ദൈവം ഒരാളിൽ ഉണ്ടെന്നുള്ളതിന് തെളിവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വളർച്ചയാണ്. ഒരു ഘട്ടം നിന്നു പോകുന്നതല്ല. മുന്നോട്ട് പോകുന്തോറും ഓരോ ദിവസം കഴിയുന്തോറും വളർന്നേ പറ്റുള്ളൂ. പ്രായത്തിനൊത്തുള്ള ആത്മീയ അഭിവൃദ്ധി വന്നേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും മുരടിച്ച് നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകും. എല്ലാം വിട്ടുപിരിയാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ആ ദൈവത്തോട് ചോദിച്ചേ പറ്റുള്ളൂ, അതിന് കൃപ പ്രാപിച്ചേ പറ്റുള്ളൂ. ഇവിടെ ദാനിയേല് ആ ചെറുപ്രായത്തിൽ അത് നേടി. രാജാവിന് സന്തോഷമായി. അതിൽ മുതൽ രാജാവ് ഒഫീഷ്യലായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഒരത്ഭുതം ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് നടന്നില്ലേ? ഒരു ദേശത്തെ മുഴുവൻ ഉണർത്താൻ ഒരു മനുഷ്യന് സാധിച്ചില്ലേ? എന്നെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്നതാണ്. എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ നിൽപ്പ്, എൻ്റെ സമർപ്പണം, എൻ്റെ തീരുമാനം അത് സ്വർഗത്തിന് വിലപ്പെട്ടതാണ്. ഒരു ദൈവം ജീവിക്കുന്നുള്ളത് തെളിയിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂ. നിങ്ങൾ എത്ര പേർ റിസ്ക് എടുക്കുന്നു?
അല്ല, ഞാൻ ചിന്തിക്കാറുണ്ട്, ജനങ്ങൾ ഓടിക്കടക്കുകയാണ് അവനവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, പണം സമ്പാദിക്കാൻ വേണ്ടി, സുഖസൗകര്യങ്ങൾ നേടാൻ വേണ്ടി, ലക്ഷറിയസ് ജീവിതത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. എനിക്കതിൽ സങ്കടം തോന്നും ചിലരെ കാണുമ്പോൾ, അടുത്ത് തന്നെയുള്ള പലരെയും കാണുമ്പോൾ. ലക്ഷറിയസ് ജീവിതം അത് പാപമല്ലേ? പാപം തന്നെയാണ് പ്രിയരെ. എത്ര സുഖം കിട്ടിയാൽ എന്ത് പ്രയോജനം? ദൈവം തരുന്ന സുഖവും സന്തോഷവും അല്ലെങ്കിൽ എന്ത് പ്രയോജനം? ഇന്നല്ലെങ്കിൽ നാളെ കട്ടിൽ വീഴാൻ പോകുന്ന മനുഷ്യനാണ്. ആ പാവനിയായ സ്ത്രീക്ക് ഒരായുസ് ദൈവം കൊടുത്തു, ഒരു പുതിയ ജീവിതം കൊടുത്തു. എനിക്ക് നിങ്ങൾക്കും കിട്ടും. ഇതുവരെ വന്ന കാലങ്ങൾ ആ പാപനിയായ സ്ത്രീകൾ മെച്ചമൊന്നും ആയിരുന്നില്ല. പ്രകടമായ പാപം ചെയ്തിട്ടില്ലേ പോലും ചിന്തയിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. ആ സ്ത്രീയും നമ്മളുമായിട്ട് എന്ത് വ്യത്യാസം? രണ്ടുപേരെ ഒരുപോലെ കാണുന്നൊരു ദൈവം. ഇനി പാപം ചെയ്യരുത്. എത്ര പേർക്ക് പറ്റും? എത്ര പേര് വെല്ലുവിളിയോട് ഈ കാര്യം സ്വീകരിക്കുന്നുണ്ട്? ഒരു പാപവും വരാൻ പാടില്ല. നിന്നിൽ ദൈവമുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്, ഒരു പാപവും നിന്റെ അവയവത്തിൽ കൂടെ വെളിയിലേക്ക് വരാൻ പാടില്ല, അകത്തും വരാൻ പാടില്ല. സെബാനോസിനെ കല്ലെറിയാൻ കൊണ്ടുവന്നു. അത്ഭുതകരമായ കാഴ്ചപ്പാടല്ലേ വന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കും പ്രിയരെ? എങ്ങനെ സാധിക്കും? ആ കന്യപ്രസംഗത്തിൽ തന്നെ ആയുസങ്ങ് തീരുക. ഒരു ദൈവമുണ്ട്. സമർപ്പണം എടുക്കുന്നവരെ നടത്താൻ ഒരു ദൈവമുണ്ട്. അവരോട് ചേർന്ന് നടക്കാൻ ഒരു ദൈവമുണ്ട്. പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുവിനെ ബന്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുവിനെ ആട്ടി പുറത്താക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഗദർദേശ ഭൂതഗ്രസ്തൻ, അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? യേശുവിനോട് ആരെങ്കിലും ചെന്ന് അവൻ്റെ കാര്യം പറഞ്ഞോ? അവൻ്റെ നിലവിളി, അവൻ്റെ കുടുംബത്തിൻ്റെ നിലവിളി ദൈവം കേട്ടു. നിസ്സഹായ കിടക്കുന്ന ഒരു ഭാര്യ, മക്കള്, അവർക്ക് പ്രതീക്ഷയില്ല, തകർന്നു കിടക്കുന്ന അവരുടെ ജീവിതം കാണുന്നുണ്ട്. അവൻ ഓലിയിടുന്നത് ദൂരെ നിന്നുകൊണ്ട് ദൈവം കേട്ടു. അവനെ സഹായിപ്പാൻ ഇറങ്ങി വന്നു. അവൻ്റെ ബന്ധനം അഴിച്ചു കൊടുത്തു. അവന് സുബോധം കൊടുത്തു. അവന് വസ്ത്രം കൊടുത്തു. യേശുവിൻ്റെ കാൽപാദങ്ങളിൽ ഇരിപ്പാനുള്ള കൃപ കൊടുത്തു. അവനെ ശാന്തനാക്കി. പ്രാകൃതനായിരിക്കുന്ന മനുഷ്യനെ നോർമലാക്കി. യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള ദാഹവന് കൊടുത്തു. അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു മിനിറ്റ് നേരം കൊണ്ട്. വർഷങ്ങൾ എത്രയും വചനം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി? സുബോധം കിട്ടിയോ? നീതിൻ്റെ വസ്ത്രം ധരിച്ചോ? യേശുവിൻ്റെ കാൽപാദങ്ങളിൽ ഇരിക്കുന്ന ഒരു ശീലമുണ്ടോ? യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോവുകയാണെന്നുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ടോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഓരോരുത്തരുടെയും അനുഭവങ്ങൾ നമുക്ക് പാഠമാണ്. ദൈവത്തിന് കഴിയും. നീയാണ് തടസ്സം നിൽക്കുന്ന ഒരാൾ. ഭൂതഗ്രസ്തന് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായനാണ്. എല്ലാം ദൈവം ചെയ്തു കൊടുത്തു. പക്ഷെ എനിക്ക് പലതും ചെയ്യാൻ പറ്റും. ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റും. പാപം കണ്ടുപിടിക്കാൻ പറ്റും. പാപത്തോട് യാത്ര പറയാൻ പറ്റും. ദൈവത്തോട് എൻ്റെ കുറവ് ഏറ്റുപറയാൻ പറ്റും. ദൈവത്തിന്ന് പലതും എനിക്ക് പ്രാപിക്കാൻ പറ്റും. ആ ഭൂതഗ്രസ്തനെ പോലെ ഭൂതം ഉണ്ടെങ്കിലും അവന് സുബോധം നഷ്ടപ്പെട്ടു. എനിക്ക് സുബോധം ദൈവം തന്നിട്ടുണ്ട്. എന്തിനാ സുബോധം തന്നത്? ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് ചെല്ലുവാൻ, അവൻ്റെ കാൽപാദങ്ങൾ ചെന്ന് ബന്ധനം അഴിക്കുവാൻ, അവൻ്റെ രക്തത്തളിപ്പ് ലഭിക്കുവാൻ, അവൻ്റെ കരത്തിൻ്റെ സ്പർശനം തലമേൽ വരുവാൻ, അവനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ, അവൻ്റെ മകനായി തീരുവാൻ, അവൻ്റെ ആത്മാവിൻ്റെ നിറവ് ലഭിപ്പാൻ, അവന് വേണ്ടി ഭൂമിയിൽ നിൽക്കാൻ, അവൻ്റെ സാക്ഷ്യം വഹിച്ച് ജീവിതത്തിൽ നിൽപ്പാൻ, അവൻ്റെ വചനം പറയുന്ന ഈ നാവിനെ വിശുദ്ധീകരിക്കുവാൻ, പ്രിയപ്പെട്ടവരെ സ്വർഗത്തെ കാണിച്ചു കൊടുക്കുവാൻ, ഒരു ദൈവം ഉണ്ടെന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ, അവൻ വിശുദ്ധനായ ദൈവമാണ്, അവൻ്റെ സന്തതികളൊക്കെയും വിശുദ്ധന്മാരാണെന്ന് കാണിച്ചു കൊടുക്കാൻ, അവൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം സകല അനീതിയും ഇട്ടൊഴിഞ്ഞുകൊള്ളട്ടെ എന്നാണ് തീമോത്തിയോസിനെ അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം. യേശുവിനെ കുറിച്ചാണോ നീ പ്രസംഗിക്കുന്നത്? ഒരണുവിൽ പോലും തെറ്റും ദൈവത്തിൽ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അനേകർക്ക് ഇഷ്ടക്കുറവാണ്. ഇഷ്ടക്കുറവായിക്കോട്ടെ, സാരമൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയാണ്. ദൈവത്തിന് നാമം ഉച്ചരിക്കുന്നവൻ സകല അനീതിയും വിട്ടൊഴിഞ്ഞുകൊള്ളട്ടെ. അങ്ങനെയുള്ളവർക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. പിന്നെ അതൊന്നും ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. ഇവിടുത്തെ കാര്യമാണ് എല്ലാവരുടെയും പ്രശ്നം. സാരമില്ല, ഇവിടുത്തെ കാര്യം തന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തോടുകൂടി നടക്കുന്ന സുന്ദരമായ ജീവിതമില്ലേ? സമാധാനമുള്ള ജീവിതമില്ലേ? ആശ്വാസമുള്ള ജീവിതമില്ലേ? സന്തോഷമുള്ള ജീവിതമില്ലേ? സാന്നിധ്യമുള്ള ജീവിതമില്ലേ? മക്കൾക്കും കുടുംബത്തിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം അവർക്ക് തീവ്ര സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അറിയാതെ, അവരറിയാതെ ഒരു സ്വർഗത്തിൻ്റെ സമാധാനം നമ്മുടെ മക്കളുടെ മേലും ഭാര്യയുടെ മേലും വരികയാണ്.
ഞാൻ അവരെ ഉപദേശിക്കാറൊന്നുമില്ല. ആർക്കും എല്ലാം തന്നെ അവർക്ക് ചിന്തിക്കാമല്ലോ. ദൈവം വേണോ വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു കാലം വരെയും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ പലപ്പോഴും പറയും, മനസ്സാന്തരപ്പെടാത്തവർക്ക് വേണ്ടി, എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി, എൻ്റെ രക്തത്തിലുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ കടംപെട്ടവനാണ്. അവരുടെ നാശത്തിന് ഞാൻ ഇടിവിൽ നിന്നേ പറ്റുള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു ദാനിയേലാകാൻ നിങ്ങൾക്ക് പറ്റുമോ? ചന്ദ്രക്ക് മേശകബന്ധനെ പോലെ ദൈവത്തിന് വേണ്ടി തീച്ചൂളയിലിട്ടാലും സാരമില്ലാന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? സിംഹത്തിൻ്റെ ഗുഹ, അത് സിംഹം തിന്നുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അത് പ്രതീക്ഷയില്ല. ദൈവം എങ്ങനെയാണ് നടത്തുന്നത് അറിയാൻ പാടില്ല. എന്നാലും സാരമില്ല, ഇവിടെ വെച്ച് ആയുസ് തീരുകയാണെങ്കിലും സാരമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണോ? രോഗം വരുന്നുണ്ട്, കർത്താവേ നീ ആയുസ് തരുമോ? അറിയാൻ പാടില്ല. ആയുസ് തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി നിന്നുകൊള്ളാം. ഇനിയും ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചു കൊള്ളാം. നീ നിൻ്റെ കൈകളിൽ പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യനാണ്, ഞാൻ നിന്നുകൊള്ളാം. പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ആയുസ് അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. അവൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ, തീച്ചുവാൽ ഇറങ്ങി വരട്ടെ, സിംഹത്തിൻ്റെ വായ അടയ്ക്കുന്നവൻ നമ്മളോട് കൂടെ വരട്ടെ, നമ്മളെ വഴി നടത്തട്ടെ, അവൻ്റെ സ്നേഹത്താൽ നാം നിറയട്ടെ, ഒരു പുതിയ സൃഷ്ടിയായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.